നമസ്കാരം. വിവേകാനന്ദ പാറയിൽ ആത്മീയതയുടെ ധ്യാന നിശബ്ദതയിൽ ലയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ധ്യാനം അവസാനിപ്പിച്ച് തിരുവള്ളൂർ പ്രതിമയിലും സന്ദർശനം നടത്തി 3 മണിയോടെ ബോട്ടിൽ തീരത്തേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് കന്യാകുമാരിയിൽ ഹെലിപ്പാഡിൽ നിന്ന് 3:25 തിരുവനന്തപുരത്തേക്ക് ഡൽഹിയിലേക്ക് മടക്കും. പക്ഷേ ഈ ധ്യാനം മുടക്കാൻ പ്രതിപക്ഷം നല്ല രീതിയിൽ ശ്രമിച്ചു എന്ന് വേണം എടുത്തു പറയാൻ. തുടക്കം മുതലേ മോദി ധ്യാനത്തിൽ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു പ്രതിപക്ഷം. ഇതാദ്യമായിട്ടല്ല മോദി ധ്യാനത്തിന് പോകുന്നത്. 2014 ഛത്രപതി ശിവാജിയുടെ പ്രതാപ്ഗഡിലായിരുന്നു ധ്യാനമെങ്കിൽ 2019 പവിത്രമായ കേദാർനാഥിലായിരുന്നു പ്രചാരണത്തിന്റെ അവസാന ദിനത്തിൽ മോദി ധ്യാനത്തിനായി എത്തിയത്. തുടക്കം മുതലേ മോദിയുടെ ധ്യാനം തടയാൻ വേണ്ടിയായിരുന്നു പ്രതിപക്ഷ നേതാക്കളെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. എന്നാൽ ഇതിൽ ഇടപെടാനാകില്ല എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായി പറയുകയായിരുന്നു. ഒരു വ്യക്തി ധ്യാനത്തിനിരിക്കുന്നത് ആ വ്യക്തിയുടെ സ്വകാര്യമായ കാര്യമാണ്. അതിലിടപെടാൻ കഴിയില്ല എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. കാരണം അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മോദി ധ്യാനത്തിന് പോയപ്പോഴും കോൺഗ്രസ് വലിയ രീതിയിൽ ഒരു വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം എത്തി നിൽക്കുമ്പോൾ മോദി ധ്യാനത്തിന് പോകുന്നത് എപ്പോഴും എല്ലാ നീക്കങ്ങളും അതീവ ജാഗ്രതയോടുകൂടി മോദി ചെയ്തത്. സാധാരണ ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ ആ സംസ്ഥാനത്തെ BJPയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം സ്വീകരിക്കാൻ ചെല്ലാറുണ്ട്. എന്നാൽ നിലവിൽ അതിനുള്ള അനുമതി മോദി നൽകിയില്ല എന്നതാണ് പ്രധാന കാരണം. എന്നെ സ്വീകരിക്കാൻ വരണ്ട എന്ന് മോദി തന്നെ എടുത്തു പറയുകയായിരുന്നു. കന്യാകുമാരിയിൽ എത്തുമ്പോൾ ഒരു തരത്തിലുമുള്ള കൊടികളോ തോരണങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്നും BJPയുമായി ബന്ധപ്പെട്ട, അതായത് BJP പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള ഫ്ലക്സുകളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്ന് മോദിയുടെ കർശന നിർദ്ദേശം തമിഴ്നാട് BJP യൂണിറ്റിന് മോദി നൽകിയിരുന്നു, അല്ലെങ്കിൽ BJPയുടെ കേന്ദ്ര നേതൃത്വം നൽകിയിരുന്നു. BJPയുമായി ബന്ധപ്പെട്ട കൊടികളോ ഫ്ലക്സുകളോ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഒരു പാർട്ടി പരിപാടിയാകുമായിരുന്നു. അതൊരു പാർട്ടി പരിപാടിയാണെന്ന് പ്രതിപക്ഷ മുന്നണിയെ ഉൾപ്പെടെ എല്ലാവരും പറയുമായിരുന്നു. അത് അവർക്കൊരു വലിയൊരു ആയുധമായി തന്നെ മാറുമായിരുന്നു. ഇത് BJPക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ശക്തമായ ആയുധമായി പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണികൾ ഉപയോഗിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. അവിടെയാണ് മോദി അതീവ ജാഗ്രതയോടെ പെരുമാറിയത്. ഒരർത്ഥത്തിൽ പ്രതിപക്ഷം ഒരു കെണി തന്നെയാണ് മോദിക്കെതിരെ തമിഴ്നാട്ടിൽ ഒരുക്കിയത്. മോദിയുടെ തെരഞ്ഞെടുപ്പ് ധ്യാനം റിപ്പോർട്ട് ചെയ്യുന്നതുൾപ്പെടെ മാധ്യമങ്ങളിൽ ഒരു കാരണവശാലും വാർത്ത വരാതിരിക്കാനും അവർ നോക്കി. പ്രതിപക്ഷം പറയുന്നത് നിശബ്ദ പ്രചാരണം നടക്കുന്ന സമയത്ത് മോദി ധ്യാനത്തിൽ പോകുന്നത് അതൊരു തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നതാണ്. മോദിയും നിശബ്ദമായി തന്നെയാണ് ഇരിക്കുന്നത്. നിശബ്ദ പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മോദി ഒരു അക്ഷരം മിണ്ടുന്നില്ല. പിന്നെ എന്തിനാണ് പ്രതിപക്ഷത്തിന് കുഴപ്പം?